ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെള്ളപ്പയറും വാഴക്കൂമ്പും കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെള്ളപ്പയർ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് വേവാനായി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് വാഴക്കൂമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ കറ കളയുന്നതിനായി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം വെള്ളമെല്ലാം പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നാല് വിസലിന് ശേഷം പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് മൂത്തതിന് ശേഷം ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്ന വാഴക്കൂമ്പിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ 2-3 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.